ഹായ് ഓൾ. ഇപ്പം കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന എല്ലാ പോസ്റ്റുകളുടെയും എക്സാം വന്നിരിക്കുകയാണ്. ഇപ്പം കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 28/2/2026 മുതൽ 18/3/2026 വരെയാണ്. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ മറക്കാതെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ കഴിയാതെ പോകും. അപ്പം എക്സാം ഡേറ്റ് വരുന്നത് 20/5/2026 ആണ്. അപ്പം നമുക്ക് അറിയാം ഏകദേശം 5ഓളം പോസ്റ്റുകളുണ്ട് കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇപ്പോൾ നിലവിൽ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. അപ്പം ഇതിനൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഓൾറെഡി സ്റ്റുഡൻസിനൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു, ഇതിൻ്റെ സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ, അപ്പോൾ നമ്മൾ സിലബസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സിലബസ് വന്നപ്പോൾ കാര്യമായ ചേഞ്ചസ് ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ച സിലബസുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയവർക്ക് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി നമ്മളുടെ മുന്നിൽ ഈ ഒരു എക്സാമിനായിട്ട്. ഏകദേശം ഒരു 80 ഡേയ്സ് നമുക്ക് പറയാം. ആ ഒരു 80 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടണം. അപ്പോൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 50% ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇനിയും സിലബസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ പുതിയൊരു സിലബസ് വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിരുന്നവരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നിലും സമയമുണ്ട്. ഒരു 80 ദിവസത്തോളം നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അത് കൃത്യമായ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു എക്സാം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏകദേശം 5 പോസ്റ്റുകളോളം ഉണ്ടെന്ന്. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, മാനേജർ IT, അസിസ്റ്റന്റ് മാനേജർ IT, അതേപോലെ ഡെപ്യൂട്ടി മാനേജർ IT, ഇങ്ങനെ 5 പോസ്റ്റുകളാണ് ഇപ്പോൾ ഒറ്റ എക്സാംസിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ സിലബസ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിക്സ്, അതിന് 12 മാർക്കാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 14 മാർക്കാണ് വന്നിരിക്കുന്നത്. ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C 12 മാർക്കാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് C++, ജാവ 12 മാർക്കാണ്. അതേപോലെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്ക്. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് അതിന് 12 മാർക്കാണ്. പിന്നീട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്ക്. അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് 12 മാർക്ക്. ഇങ്ങനെയാണ് സിലബസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങിയവരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ സിലബസ് കൺഫർമേഷൻ വന്നതിന് ശേഷം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ചേരുന്ന ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 5 പോസ്റ്റുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഒട്ടും വേസ്റ്റ് ചെയ്ത് കളയരുത്. മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമുക്ക് കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു ബുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു 5 പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഉപയോഗപ്പെടും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ബുക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാനായിട്ട് നിങ്ങൾക്കായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു 75 ഡേയ്സ് പ്ലാനിന്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു 5 പോസ്റ്റുകൾക്കും ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം റീസെന്റ് ആയിട്ട് വന്ന പല കമ്പ്യൂട്ടർ എക്സാമുകളുടെയും ടോപ്പ് റാങ്കേഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉന്നത റാങ്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് വാങ്ങുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ബുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡയറക്റ്റ് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.